ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA തേർഡ് സെം ഹിസ്റ്ററിയിലെ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഡെഫിനേഷൻ, കോൺസെപ്റ്റ്സ്, നേച്ചർ, ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം സമൂഹത്തിൽ അഭിലഷണീയമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വിഭാഗം ജനങ്ങൾ നടത്തുന്ന കൂട്ടായ പരിശ്രമങ്ങളെയാണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ അഥവാ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ, ചൂഷണവും അനാചാരങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സാമൂഹിക പ്രസ്ഥാനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന 8 മണിക്കൂർ പ്രവൃത്തി സമയം, വാരാന്ത്യത്തിലെ ഒഴിവ്, അതുപോലെ തുല്യ തൊഴിലിന് തുല്യവേതനം, സാമൂഹിക സുരക്ഷയ്ക്കും പെൻഷനുമുള്ള അർഹത തുടങ്ങിയവയെല്ലാം അവർക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. ഈ അവകാശങ്ങളെല്ലാം സാമൂഹിക പ്രസ്ഥാനങ്ങളിലൂടെ നേടിയെടുത്തതാണ്. നാം ജീവിക്കുന്ന ലോകത്തെ രൂപപ്പെടുത്തിയത് സാമൂഹിക പ്രസ്ഥാനങ്ങളാണ്. ഈ പ്രക്രിയ തുടരുക തന്നെ ചെയ്യും. സാമൂഹിക പ്രസ്ഥാനങ്ങൾ സമൂഹങ്ങളെ മാറ്റുക മാത്രമല്ല, അവ മറ്റു സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമേകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസ് 1972 പറയുന്നത് സാമൂഹിക മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനായി നടത്തുന്ന വിവിധ കൂട്ടായ ശ്രമങ്ങളെയാണ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ശ്രമങ്ങൾ ചില സാമൂഹിക സ്ഥാപനങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു പുതിയ സാമൂഹിക ക്രമം സൃഷ്ടിക്കുന്നതിനായിരിക്കാം എന്നാണ് അവരുടെ അഭിപ്രായം. അടുത്തതാണ് ടെർണർ ആൻഡ് കിൽഹൺ. ഇവരുടെ അഭിപ്രായം, സോഷ്യൽ മൂവ്മെൻറ്റ് എന്നത് തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലോ സംഘത്തിലോ മാറ്റം പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യുന്നതിനായി സ്ഥിരതയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയെയാണ് നിർവചിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന സവിശേഷത സുസ്ഥിരതയും സംഘടിതവുമായിട്ടുള്ള പ്രവർത്തനമാണ്. അത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും ഗവൺമെൻറ്റിനെതിരെയുള്ളതായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിലോ രീതികളിലോ അവ മാറ്റങ്ങൾ ആവശ്യപ്പെടും. ക്ഷണികവും ഒറ്റപ്പെട്ടതും താനേ ഉണ്ടാവുന്നതും അസംഘടിതവുമായ പ്രതിഷേധങ്ങൾ സാമൂഹിക പ്രസ്ഥാനങ്ങളല്ല. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ബസ്സിടിച്ച് കൊല്ലപ്പെടുന്ന സമയത്ത് ജനങ്ങൾ ബസ്സിന് തീ വയ്ക്കുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് പ്രതിഷേധത്തിൻ്റെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത്തരം പ്രതിഷേധങ്ങൾ പെട്ടെന്ന് ഉയരുകയും പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്യും. അതിനാൽ ഇതൊരു സാമൂഹിക പ്രസ്ഥാനമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് സംഘടിതമായിട്ടുള്ള പ്രവർത്തനം അഥവാ കൂട്ടായ പ്രവർത്തനം, കൊളാബറേറ്റീവ് ആക്ഷൻ എന്നൊക്കെ പറയും. ഇത് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന സവിശേഷതയാണ്. കൂട്ടായ പ്രവർത്തനത്തിന് നല്ല തോതിലുള്ള സംഘാടനം അഥവാ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. ഇതിന് ഒരു നേതൃത്വവും ഘടനയും ആവശ്യമാണ്. അംഗങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്താനും തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിൽ വരുത്താനും ഈ സംഘടനാ സംവിധാനം സഹായിക്കുന്നു. സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് പൊതുവായ ലക്ഷ്യങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ടായിരിക്കും. ഇതാണ് ജനങ്ങളെ സാമൂഹിക പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഒരു സാമൂഹിക പ്രസ്ഥാനത്തിന് മാറ്റം കൊണ്ടുവരുന്നതിനോട് അല്ലെങ്കിൽ മാറ്റങ്ങളെ തടയുന്നതിനോട് സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് ഒരു പൊതു സമീപനം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ, ആദ്യത്തേതാണ് സുസ്ഥിരവും കൂട്ടായതുമായിട്ടുള്ള പ്രവർത്തനം, രണ്ടാമത്തത് സംഘാടനം, മൂന്നാമത്തത് നേതൃത്വം, നാലാമത്തത് ഘടന, അഞ്ചാമത്തത് പൊതുവായ ലക്ഷ്യങ്ങളും പ്രത്യയശാസ്ത്രവും, അടുത്തത് മാറ്റങ്ങളോടുള്ള പൊതു സമീപനം. ഓക്കെ, അപ്പം ഒരു സാമൂഹിക പ്രസ്ഥാനങ്ങൾ എപ്പോഴാണ് ഉയർന്നു വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് പിറകിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പൊതു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവ പലപ്പോഴും ഉയർന്നു വരാറുള്ളത്. ഉദാഹരണത്തിന്, ഗോത്ര ജനതയ്ക്ക് കാടുകൾ ഉപയോഗിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുക, അതുപോലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ജനതയ്ക്ക് താമസ സ്ഥലവും നഷ്ടപരിഹാരവും കൊടുക്കുക തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ. അപ്പം സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി സാമൂഹിക പ്രസ്ഥാനങ്ങൾ പരിഹരിക്കുമ്പോൾ അതിന് എതിർ പ്രസ്ഥാനങ്ങളും ഉയർന്നു വരാറുണ്ട്. അതിനെയാണ് നമ്മൾ കൗണ്ടർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ നിലവിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എതിർ പ്രസ്ഥാനങ്ങൾ അവ നിലനിർത്താനാണ് ശ്രമിക്കുക. ചുരുക്കത്തിൽ എതിർ പ്രസ്ഥാനങ്ങൾ യാഥാസ്ഥിതികമാണ്, അവ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പം എതിർ പ്രസ്ഥാനങ്ങളുടെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം രാജാറാം മോഹൻ റായ് സതിക്കെതിരെ പോരാടുകയും ബ്രഹ്മസമാജം സ്ഥാപിക്കുകയൊക്കെ ചെയ്തപ്പോൾ സതി എന്ന് പറഞ്ഞിട്ടുള്ള ആശയം
അത് നിർത്തണമെന്ന് വാദിച്ചവർ ധർമ്മസഭ സ്ഥാപിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് സതി നിയമം മൂലം നിർത്തലാക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പരിഷ്കർത്താക്കൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചപ്പോൾ അതിനെതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം സമൂഹത്തിന് വിനാശകരമാണെന്ന് അവർ വാദിച്ചു. അതുപോലെ പരിഷ്കർത്താക്കൾ വിധവാ വിവാഹത്തിന് വേണ്ടി വാദിച്ചപ്പോൾ അവർ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ടു. കീഴ്ജാതിയിലുള്ള കുട്ടികൾ വിദ്യാലയങ്ങളിൽ ചേർന്നപ്പോൾ മേൽജാതിക്കാർ അവരുടെ കുട്ടികളെ പിൻവലിച്ചു. കർഷക പ്രസ്ഥാനങ്ങൾ പോലും ക്രൂരമായി അടിച്ചമർത്തപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൗണ്ടർ മൂവ്മെൻറ്റ്സിൽ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സിലബസിൽ ഇത് പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്തതാണ് സാമൂഹിക മാറ്റവും സാമൂഹിക പ്രസ്ഥാനങ്ങളും അഥവാ സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്. ഇത് നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് സോഷ്യൽ ചേഞ്ചും സോഷ്യൽ മൂവ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം സാമൂഹിക പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. എണ്ണമറ്റ വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ ഈ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ ദീർഘവും തുടർച്ചയുമായിട്ടുള്ള സാമൂഹിക പ്രവർത്തനവും ഇതിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ഇപ്പം സംസ്കൃതവൽക്കരണം, അതായത് സാൻസ്ക്രിറ്റൈസേഷൻ, അതുപോലെ തന്നെ പാശ്ചാത്യവൽക്കരണം, വെസ്റ്റേണൈസേഷൻ, ഇതൊക്കെ എന്താണ് സാമൂഹിക മാറ്റത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ഇത് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഉദാഹരണമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഘനശ്യാംശ എഴുതിയ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ നല്ലൊരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളത് വായിച്ചു നോക്കുക. ഓക്കെ, ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്. പ്രധാനമായിട്ടും സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് 4 ടൈപ്സ് ആണുള്ളത്. ഒന്നാമത്തതാണ് മൈഗ്രേറ്ററി മൂവ്മെൻറ്റ്സ്, രണ്ടാമത്തത് റിഫോം മൂവ്മെൻറ്റ്സ്, മൂന്നാമത്തത് റെവല്യൂഷണറി മൂവ്മെൻറ്റ്സ്, നാലാമത്തത് റെസിസ്റ്റൻസ് ഓർ റിയാക്ഷണറി മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം ഓരോന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ മൈഗ്രേറ്ററി മൂവ്മെൻറ്റ്സ് അസന്തോഷം മൂലമോ മറ്റൊരു ദേശത്ത് മികച്ച ഭാവിയെ പൊതുവായ പ്രതീക്ഷയിലോ വലിയൊരു ജനവിഭാഗം കുടിയേറുമ്പോൾ അതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രേറ്ററി മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഉള്ള കുടിയേറ്റത്തിനെയാണ് നമ്മൾ മൈഗ്രേറ്ററി മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള കുടിയേറ്റമൊക്കെ മൈഗ്രേറ്ററി മൂവ്മെൻറ്റ്സിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തതാണ് റിഫോം മൂവ്മെൻറ്റ്സ്. റിഫോം മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സമൂഹത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാതെ അതിലെ ചില ഘടകങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായിട്ട് നടത്തുന്ന കൂട്ടായ ശ്രമങ്ങൾ. ഇത്തരം പ്രസ്ഥാനങ്ങൾ എന്താണ് പീഡിതരായിട്ടുള്ള അല്ലെങ്കിൽ ചൂഷിതരായിട്ടുള്ള സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ചൈൽഡ് മാരേജ്, അതുപോലെ തന്നെ വിഡോ റീമാരേജ് ഒക്കെ ഇതൊക്കെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അപ്പം ഇത് എന്താണ് സമൂഹത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാതെ അതിലെ ചില ഘടകങ്ങളിൽ മാത്രം മാറ്റം വരുത്തുന്നതിനായിട്ട് നടത്തുന്ന കൂട്ടായ ശ്രമങ്ങളെയാണ് റിഫോം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് റെവല്യൂഷണറി മൂവ്മെൻറ്റ്സ്. ഒരു സംവിധാനത്തെ പൂർണ്ണമായും മാറ്റി മുഴുവൻ വ്യത്യസ്തമായ ഒരു സംവിധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റെവല്യൂഷണറി മൂവ്മെൻറ്റ്സ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സമ്പൂർണ്ണമായ സാമൂഹിക ക്രമത്തെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. അവർ നിലവിലെ മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യുകയും പുതിയ മൂല്യക്രമം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഇതൊക്കെ എക്സാമ്പിളാണ്. ഇപ്പം ഫ്രഞ്ച് റെവല്യൂഷനിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ ഒരു ഭരണഘടന വരെ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ടോട്ടലി ആ ഫ്രഞ്ച് സമൂഹത്തെ മൊത്തത്തിൽ മാറ്റാൻ കഴിയുന്ന വിപ്ലവങ്ങളെയാണ് നമ്മൾ റെവല്യൂഷണറി മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്തതാണ് റെസിസ്റ്റൻസ് ഓർ റിയാക്ഷണറി മൂവ്മെൻറ്റ്സ്. ചില മാറ്റങ്ങളിലെ പ്രത്യേക ഘടകങ്ങളോട് അസന്തോഷം പ്രകടിപ്പിക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന നിലവിലെ മാറ്റത്തെ അംഗീകരിക്കാതെ പഴയ മൂല്യങ്ങളെയും പരമ്പരാഗത രീതികളെയും വീണ്ടും തിരിച്ചു പിടിച്ച് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്
ഈ ഒരു റെസിസ്റ്റൻസ് ഓർ റിയാക്ഷണറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റ് വരുന്നത്. അതായത് ഇപ്പം സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിലെ പ്രത്യേക ഘടകങ്ങളോട് ഒരു അസന്തോഷം അല്ലെങ്കിൽ അസംതൃപ്തി അവർക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ആ മാറ്റത്തെ അംഗീകരിക്കാതെ അതിനുവേണ്ടി പോരാടുക. ഓക്കെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘമൊക്കെ ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ഇതിന് പ്രധാന ഉദാഹരണങ്ങളാണ്. ഓക്കെ, സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ മറ്റ് ആശയങ്ങളാണ് റിലേറ്റീവ് ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. അതായത് ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് ഒരു സാമൂഹ്യ വിഭാഗം മറ്റുള്ളവരെക്കാൾ മോശമാണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് സാമൂഹിക സംഘർഷം ഉണ്ടാകുന്നതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അത്തരത്തിലുള്ള സംഘർഷം സംഘടിതമായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണമായിരിക്കും. സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് പ്രേരണയാകുന്നതിൽ അമർഷം, കോപം തുടങ്ങിയ മനഃശാസ്ത്ര ഘടകങ്ങൾക്കുള്ള പങ്കിന് ഈ സിദ്ധാന്തം ഊന്നൽ നൽകുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഈ സിദ്ധാന്തത്തിന് ചില പരിമിതികളുണ്ട്. തിരസ്കരിക്കപ്പെട്ടു എന്ന ധാരണ സംഘടിത പ്രവർത്തനത്തിന് ആവശ്യമായിരിക്കാം, എന്നാൽ അത് ഒരു കാരണമായി കൊള്ളണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ തിരസ്കരിക്കപ്പെട്ടു എന്ന വികാരം ഒരുപാട് സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും സാമൂഹിക പ്രസ്ഥാനങ്ങളായി മാറാറില്ല. ചുരുക്കത്തിൽ സാമൂഹിക പ്രസ്ഥാനം ഉയർന്നു വരണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. സുസ്ഥിരവും സംഘടിതവുമായ രീതിയിൽ ഒരു സാമൂഹിക പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ജനങ്ങളെ സംഘടിപ്പിക്കുകയും അണിനിരത്തുകയും വേണം. അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവലാതികളും ഒക്കെ ചർച്ച ചെയ്യുകയും വിശകലനം നടത്തുകയൊക്കെ വേണം. ഇതിലൂടെ ഒരു പൊതു പ്രത്യയശാസ്ത്രവും പ്രവർത്തന തന്ത്രവും രൂപപ്പെടുത്തിയെടുക്കണം. അപ്പം ചുരുക്കത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളും സംഘടിത പ്രവർത്തനങ്ങളും തമ്മിൽ സ്വാഭാവിക ബന്ധമൊന്നും നിലനിൽക്കുന്നില്ല. പ്രശ്നങ്ങളെ ബോധപൂർവം കർമ്മപദത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അടുത്തതാണ് സ്ട്രക്ചറൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നിലവിലുള്ള മൂല്യവ്യവസ്ഥയും സാമൂഹിക മാനദണ്ഡങ്ങളും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഘടനാത്മകമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തെയാണ് നമ്മൾ സ്ട്രക്ചറൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ചില സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഉത്ഭവത്തിന് കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ നിലവിലുള്ള മൂല്യവ്യവസ്ഥയ്ക്ക് പകരം ഒരു പുതിയ മൂല്യ സംവിധാനം തേടപ്പെടുന്നു. ഇതാണ് സമൂഹത്തിൽ സംഘർഷങ്ങളും സംഘടിതമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സൃഷ്ടിക്കുന്നത്. ഈ ഘട്ടത്തിൽ വ്യക്തികൾ സാമൂഹിക മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന പ്രവണത കാണിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അന്തർജാതി വിവാഹങ്ങൾ. നിയമപരമായിട്ട് ഇത് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ചില സമൂഹങ്ങളിൽ ഇന്നും ഇത്തരം വിവാഹങ്ങൾ സാമൂഹ്യ മാനദണ്ഡം ലംഘനമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് പരമ്പരാഗത ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥിതി അതീവ ദയനീയമായിരുന്നു. വിദ്യാഭ്യാസവും തൊഴിൽ അവസരങ്ങളും ലഭിച്ചതോടെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടു. എന്നിരുന്നാലും മൂല്യവ്യവസ്ഥയിൽ കൃത്യമായ മാറ്റമുണ്ടാവില്ല. തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്ക് ഇരട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് വലിയ മാനസിക സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ വിമാനം പറത്തൽ, എഞ്ചിനീയറിംഗ്, ഫാക്ടറി ജോലിയൊക്കെ പുരുഷൻ ചെയ്യുന്ന സമയത്ത് അധ്യാപനം, ടൈപ്പിസ്റ്റ്, റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ ജോലി സ്ത്രീക്ക് ഒരു മൂല്യവ്യവസ്ഥയാണ് നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ടായി. ഈ പ്രസ്ഥാനം പുരുഷന്മാർക്ക് എതിരായിട്ടല്ല, മറിച്ച് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പുതിയ മൂല്യവ്യവസ്ഥ രൂപപ്പെടുത്താനും നിലവിലുള്ളതിനെ പരിഷ്കരിക്കാനുമുള്ള ശ്രമമാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. നമ്മളിനി നോക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് അപ്രോച്ചാണ്. അപ്പം സംഘർഷങ്ങളെ സമീപിക്കുന്ന രീതികളാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രബിന്ദു. സമൂഹങ്ങളിൽ വിവിധ തരം സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. വ്യക്തികൾ തമ്മിൽ, ജാതി, മത, പ്രാദേശിക സംഘർഷങ്ങൾ, വിവിധ സമൂഹങ്ങൾ തമ്മിൽ. ഒരു കൂട്ടം മറ്റൊരു കൂട്ടത്തിനു മേൽ ആധിപത്യം സ്ഥാപിക്കുകയും തങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നുള്ള സംഘർഷങ്ങളും കാണപ്പെടുന്നു. വർഗേതര സംഘർഷങ്ങളുടെ സ്വഭാവം സമൂഹങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത്തരം സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം. എന്നാൽ വർഗ സംഘർഷങ്ങളുടെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഉൽപാദന സാധനങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും കൈവശം വയ്ക്കുന്നവർ ഉൽപാദനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അധിക മൂല്യം സ്വന്തം താല്പര്യങ്ങൾക്കായി കൈപ്പറ്റുകയും അതിലൂടെ സമൂഹത്തിനു മേൽ അവരുടെ നിയന്ത്രണം വ്യാപിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഈ ആധിപത്യമുള്ള വർഗം സാമന്ത വ്യവസ്ഥയിൽ സാമന്ത പ്രഭുക്കളായും മൂലധന വ്യവസ്ഥയിൽ വ്യവസായ ബൂർഷ്വാസികളായിട്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ വാദം.
ഈ പൊതു താൽപര്യബോധമാണ് ഭരണവർഗത്തിനും രാഷ്ട്രത്തിനുമെതിരായ കൂട്ടായ പ്രവർത്തനങ്ങളെ സാധ്യമാക്കുന്നത്. മാർക്സിസ്റ്റ് ചിന്തകർ വാദിക്കുന്നത് മൂലധനാധിഷ്ഠിത രാഷ്ട്രങ്ങളിലെ പാർലമെന്ററി ജനാധിപത്യം സമ്പന്നവർഗത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതായാണ്. ഇതുവഴി തൊഴിൽ ചെയ്യുന്ന വർഗത്തിന്റെ ചൂഷണം തുടരുമെന്നും അതിനാൽ തന്നെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സംഘർഷം സ്ഥാപനപരമായ സംവിധാനങ്ങളിലൂടെ പരിഹരിക്കാനാവില്ല എന്നതാണ് അവരുടെ നിലപാട്. 1960കളിൽ AR ദേശായി വാദിക്കുന്നത് മൂലധനാധിഷ്ഠിത സാമൂഹ്യ സംവിധാനത്തിൽ പിന്നോക്കവും ചൂഷിതമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ പൗരജനാധിപത്യ അവകാശങ്ങൾ ക്രമാതീതമായി ലംഘിക്കപ്പെടുകയാണെന്നതാണ്. ചൂഷിത വർഗങ്ങളുടെ ഭൂരിപക്ഷത്തിനും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിൽ രാഷ്ട്രം പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അടുത്തത് ഗാന്ധിയൻ അപ്രോച്ചാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾക്കറിയാം, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഭാരതത്തിൻ്റെ മഹാനായിട്ടുള്ള നേതാവാണ്. തൻ്റെ കാലത്ത് സോഷ്യൽ മൂവ്മെൻറ്റ് അതീവ വ്യാപകമായിട്ടുള്ള ശ്രദ്ധ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കാലത്ത് സാമൂഹിക പ്രസ്ഥാനങ്ങൾ അതീവ വ്യാപകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം സാമൂഹിക നീതിയും സമാധാനപരവുമായിട്ടുള്ള പ്രതിരോധവും മുൻനിർത്തി പ്രവർത്തിച്ചു. ഗാന്ധി പാശ്ചാത്യ വ്യവസായ വിപ്ലവത്തിന് ശേഷമുള്ള ആധുനികതയെ വിമർശിക്കുന്നുണ്ട്. മൂലധനാധിഷ്ഠിത സാമ്പത്തിക സംവിധാനത്തോട് അദ്ദേഹം വിരോധം പ്രകടിപ്പിക്കുകയും അത്യന്തം ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ ചിന്തയും കരുതലും കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിലെ സംഘർഷങ്ങൾ, വ്യത്യസ്ത താൽപ്പര്യങ്ങൾ, നൈതിക നീതി മൂല്യ വ്യത്യാസങ്ങൾ, പരസ്പരം പൂർവ്വ ആഗ്രഹങ്ങൾ എന്നിവ മാത്രമല്ല ഉയരുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചില്ല. അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും ദക്ഷിണാഫ്രിക്കയിൽ സാമൂഹ്യ വേർതിരിവിനെയും സ്ത്രീവിരുദ്ധ വ്യവഹാരങ്ങൾക്കുമെതിരെ അദ്ദേഹം പോരാടി. ഉചിതമായ മാർഗങ്ങൾ മാത്രമേ ഉചിതമായ ഫലം നൽകൂ. അതിനാൽ അസമത്വത്തിനും ചൂഷണത്തിനും വിധേയമായവരുടെ പ്രതിഷേധത്തിനായുള്ള മാർഗം സത്യാഗ്രഹമായിരുന്നു. ബോംഡ്യൂറന്റിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം 1988 ഗാന്ധിയൻ സത്യാഗ്രഹത്തെ ഗാന്ധിയൻ ഡയലക്റ്റിക് എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഡേവിഡ് ഹാഡിമാൻ അദ്ദേഹം ഗാന്ധിയുടെ രീതികളെ, സത്യാഗ്രഹത്തെയും അതുപോലെ തന്നെ ഗാന്ധിയുടെ പല രീതികളെയും ഉണ്ടല്ലോ, ഗാന്ധിയൻ മെത്തേഡ്സിനെ ഡയലോജിക്കൽ റെസിസ്റ്റൻസ് എന്നാണ് വിശേഷിപ്പിച്ചത്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഗാന്ധിയുടെ സിവിൽ ഡിസോബീഡിയൻസ്, നിസ്സഹകരണ പ്രസ്ഥാനം അതൊക്കെ എഴുതാവുന്നതാണ്. അപ്പം ഗാന്ധി സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ മാർഗത്തിൻ്റെ ശുദ്ധത, അഹിംസ, സത്യാഗ്രഹം എന്നിവ മുഖ്യധാരയാക്കി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ജനങ്ങളെ ഒത്തുചേരാനും ശക്തിപ്പെടുത്താനും പീഡനത്തെയും അസമത്വത്തെയും മാറ്റാൻ അദ്ദേഹം സമഗ്രമായ തത്വചിന്തയും പ്രായോഗിക രീതികളും മുന്നോട്ട് വെച്ചു. അടുത്ത ടോപ്പിക്കാണ് ജ്യോതിബ ഫൂലെ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനുമായിരുന്നു അദ്ദേഹം. പാരമ്പര്യമായി ഉയർന്ന ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാതി ആധിപത്യത്തിൻ്റെ സാമൂഹിക സ്വഭാവം അദ്ദേഹം അടുത്തറിഞ്ഞു. ഫൂലെയുടെ കാലഘട്ടത്തിലെ മഹാരാഷ്ട്രയിൽ ബ്രാഹ്മണർക്ക് വിദ്യാഭ്യാസത്തിലും ഭരണത്തിലും മതപരമായ അധികാരത്തിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു. ശൂദ്രരും അതിശൂദ്രരും സാമൂഹികമായി പിന്നോക്കം നിർത്തപ്പെട്ടിരുന്നു. ഫൂലെയുടെ ചിന്ത രൂപപ്പെടുന്നതിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങൾക്കും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ആധുനിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മനുഷ്യ സമത്വം തുടങ്ങിയ ആശയങ്ങളിലേക്ക് പ്രവേശനം നൽകി. അദ്ദേഹം തിരിച്ചറിഞ്ഞ പ്രധാന കാര്യം ഇതായിരുന്നു: സമൂഹത്തിലെ അസമത്വം വ്യക്തികളുടെ കഴിവിൻ്റെ വ്യത്യാസം കൊണ്ടല്ല, സാമൂഹിക സ്ഥാപനങ്ങളും ജാതി വ്യവസ്ഥയും സൃഷ്ടിക്കുന്ന അധികാര ബന്ധങ്ങളാണ് അതിൻ്റെ പ്രധാന കാരണം. ഇതായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന ചിന്ത. ജാതി വിരുദ്ധത ഫൂലെയുടെ ചിന്ത മനസ്സിലാക്കാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള വിമർശനമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രാഹ്മണിക സാമൂഹിക ക്രമം മതപരമായ ആശയങ്ങൾ ഉപയോഗിച്ച് ശൂദ്രരും അതിശൂദ്രരും അടിച്ചമർത്തപ്പെടുന്ന ഒരു സാമൂഹിക ഘടന സൃഷ്ടിച്ചിരുന്നു. അദ്ദേഹം ചോദിച്ചത്, ഒരു മനുഷ്യൻ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ സാമൂഹിക സ്ഥാനം തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെ നീതിയാകും? ഇവിടെ ഫൂലെയുടെ ചിന്ത പരമ്പരാഗത സാമൂഹിക പരിഷ്കരണത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നു.
ചില പരിഷ്കർത്താക്കൾ ജാതി വ്യവസ്ഥയ്ക്കുള്ളിൽ പരിഷ്കാരം ആവശ്യപ്പെട്ടപ്പോൾ ഫൂലെ ജാതിയുടെ അധികാരഘടന തന്നെ ചോദ്യം ചെയ്തു. ശൂദ്ര അതിശൂദ്ര ആശയം. ഫൂലെയുടെ അടിസ്ഥാന സാമൂഹിക ചിന്തയിലെ പ്രധാന ആശയമാണ് ശൂദ്ര അതിശൂദ്ര എന്ന ആശയം. അദ്ദേഹം സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ ഒരു വിശാലമായ സാമൂഹിക വിഭാഗമായി കാണാൻ ശ്രമിച്ചു. ബ്രാഹ്മണിക ആധിപത്യത്തിന് എതിരെ ബഹുജൻ സമൂഹത്തിൻ്റെ ഐക്യം രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ രാഷ്ട്രീയ സാധ്യത. പിന്നീട് ഈ ചിന്ത ബഹുജൻ പൊളിറ്റിക്സിൻ്റെ വളർച്ചയിൽ വളരെ സ്വാധീനം ചെലുത്തി. അതുകൊണ്ട് ഫൂലെയെ വെറും സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം കാണുന്നത് അപൂർണമാണ്. അദ്ദേഹം സാമൂഹിക അധികാരത്തിൻ്റെ ഘടനയെ ചോദ്യം ചെയ്ത ഒരു രാഷ്ട്രീയ ചിന്തകനും ആയിരുന്നു. വിദ്യാഭ്യാസം. ഫൂലെയുടെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസമാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിൻ്റെ പ്രധാന ഉപാധി. ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ അറിവിൻ്റെ നിയന്ത്രണത്തിന് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനാൽ എഡ്യൂക്കേഷൻ, അവെയർനെസ്, സെൽഫ് റെസ്പെക്റ്റ്, സോഷ്യൽ ലിബറേഷൻ എന്ന രീതിയിലുള്ള ഒരു സാമൂഹിക മാറ്റമാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. വിദ്യാഭ്യാസം ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ലഭിക്കുന്ന അവകാശമാകരുതെന്നും ശൂദ്രർക്കും അതിശൂദ്രർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ലഭിക്കണമെന്നും അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാവിത്രിബായ് ഫൂലെ. സാവിത്രിബായ് ഫൂലെ ഇന്ത്യയിലെ ആദ്യകാല വനിതാ അധ്യാപകരിൽ പ്രമുഖയായിരുന്നു. ജ്യോതിറാവുവും സാവിത്രിബായിയും ചേർന്ന് പെൺകുട്ടികൾക്കായി സ്കൂളുകൾ ആരംഭിച്ചു. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് അവർ പ്രാധാന്യം നൽകി. ഇത് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ വളരെ വിപ്ലവകരമായിരുന്നു. കാരണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് തന്നെ പലരും സാമൂഹികമായി അംഗീകരിച്ചിരുന്നില്ല. ഫൂലെയുടെ സാമൂഹിക പരിഷ്കാരത്തിൽ അതിനാൽ ജാതിവിരുദ്ധതയും സ്ത്രീമോചനവും തമ്മിൽ വേർതിരിക്കാനാവാത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഫൂലെ സ്ത്രീകളുടെ പ്രശ്നത്തെ ജാതി പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചില്ല. സ്ത്രീകൾ അനുഭവിച്ചിരുന്ന വിദ്യാഭ്യാസ നിഷേധം, ബാലവിവാഹം, വിധവകളുടെ ദുരവസ്ഥ, അതുപോലെ തന്നെ പിതൃ ആധിപത്യം, സാമൂഹിക നിയന്ത്രണങ്ങൾ എന്നിവയ്ക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. വിധവകൾക്കും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും സഹായം നൽകുന്ന പ്രവർത്തനങ്ങളിലും ഫൂലെയും സാവിത്രിബായിയും ഏർപ്പെട്ടു. അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സത്യശോധക് സമാജ്. 1873 ഇത് സ്ഥാപിച്ചത്. ഇത് സത്യാന്വേഷികളുടെ സമൂഹം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുക, ബ്രാഹ്മണിക ആധിപത്യത്തെ വിമർശിക്കുക, ശൂദ്ര അതിശൂദ്രരുടെ സാമൂഹിക ബോധം വളർത്തുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യുക, പുരോഹിതാധിപത്യത്തെ ചോദ്യം ചെയ്യുക, സാമൂഹിക സമത്വം സ്ഥാപിക്കുക, യുക്തിചിന്തയും സ്വാഭിമാനവും വളർത്തുക എന്നിവയായിരുന്നു. മതപരമായ അധികാരത്തിൻ്റെ ഇടനിലക്കാരായി ബ്രാഹ്മണ പുരോഹിതരുടെ അനിവാര്യതയെ ചോദ്യം ചെയ്തതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വിവാഹം പോലുള്ള ചടങ്ങുകൾ പുരോഹിതൻ്റെ നിയന്ത്രണത്തിൽ മാത്രം നടത്തേണ്ടതില്ലെന്ന ആശയവും അവർ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഗുലംഗിരി അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ്. 1873 ഇത് രചിക്കുന്നത്. ഇതിൻ്റെ മീനിങ് സ്ലേവറി എന്നൊക്കെയാണ്. ഈ കൃതിയിൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ അടിമത്തവുമായി താരതമ്യം ചെയ്ത് വിമർശിക്കുന്നുണ്ട്. കാസ്റ്റ് ഓപ്പറേഷൻ, സ്ലേവറി, ഇതാണ് അദ്ദേഹം കാണിക്കാൻ ശ്രമിച്ചത്. ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ തൊഴിലും അറിവും സാമൂഹിക അവകാശങ്ങളും നിയന്ത്രിക്കുന്നുവെങ്കിൽ അത് സ്വാതന്ത്ര്യ സമൂഹമല്ല എന്നതാണ്. അതിനാൽ ഗുലംഗിരി ഇന്ത്യയിൽ ജാതിവിരുദ്ധ ചിന്തയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ജ്യോതിബ ഫൂലെയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പം അംബേദ്കറെ കുറിച്ച് ഞാൻ നേരത്തെ ക്ലാസ് എടുത്തതാണ്. എന്നിരുന്നാൽ കൂടിയും ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതിവിരുദ്ധ ചിന്തകനും സാമൂഹിക പ്രസ്ഥാന നേതാവുമായിരുന്നു. അദ്ദേഹം ദളിത് സമൂഹത്തിൽപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ജാതി വിവേചനത്തിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത ചിന്തയെ ആഴത്തിൽ സ്വാധീനിച്ചു. പക്ഷേ അംബേദ്കറുടെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ മാത്രമല്ല, അദ്ദേഹം ആ അനുഭവത്തെ സാമൂഹിക സിദ്ധാന്തം, രാഷ്ട്രീയ സംഘടന, നിയമം, ഭരണഘടന, വിദ്യാഭ്യാസം, സാമ്പത്തിക ചിന്ത എന്നിവയുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ വിദ്യാഭ്യാസവും അംബേദ്കറും എന്ന
എന്നത് നോക്കുവാണെങ്കിൽ അംബേദ്കർ അസാധാരണമായിട്ടുള്ള വിദ്യാഭ്യാസം നേടി. ഇന്ത്യയിലും വിദേശത്തും പഠിച്ച അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാഷ്ട്രീയ ശാസ്ത്രം, ചരിത്രം തുടങ്ങിയ മേഖലകളിൽ ആഴത്തിലുള്ള അറിവ് നേടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എഡ്യൂക്കേഷൻ വാസ് എ വെപ്പൺ എഗെയിൻസ്റ്റ് കാസ്റ്റ് എന്നതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് എഡ്യൂക്കേറ്റ്, ഓർഗനൈസ്, എജിറ്റേറ്റ് എന്നതായിരുന്നു. അഥവാ വിദ്യാഭ്യാസം നേടുക, സംഘടിക്കുക, അവകാശങ്ങൾക്കായി സമരം ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബഹിഷ്കൃത ഹിതകാരിണി സഭ 1924 ഈ ഒരു സഭ സ്ഥാപിക്കുന്നത്. ദളിതരുടെ വിദ്യാഭ്യാസ, സാമൂഹിക പുരോഗതി, ഹോസ്റ്റലുകളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും നൽകുക, അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധവൽക്കരണം, സാമൂഹിക അവകാശങ്ങൾ എന്നിവ പ്രധാനമായിരുന്നു. ഇതിലൂടെ അംബേദ്കറുടെ പ്രസ്ഥാനം ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ മാത്രം ഒതുങ്ങാതെ സംഘടിത സാമൂഹിക പ്രസ്ഥാനമായിട്ട് മാറി. അതുപോലെ തന്നെ മഹാഡ് സത്യാഗ്രഹം, അതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഈ തേർഡ് സം സബ്ജക്റ്റുകളിലൊക്കെ നമ്മുടെ ടോപ്പിക്സ് പരസ്പരം കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഇത് ഒരു സബ്ജക്റ്റിലുള്ള കാര്യം തന്നെ മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അംബേദ്കർ സോഷ്യൽ മൂവ്മെൻറ്റിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ടോപ്പിക്കിൽ പഠിക്കാൻ ഡിസ്കോഴ്സസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം അതിൽ പഠിക്കാനുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ആൻറ്റി ദ്രവിഡിയൻ മൂവ്മെൻറ്റ്സ്, സോഷ്യൽ മൂവ്മെൻറ്റ്സിലും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കോഴ്സസ് ഓൺ ഇന്ത്യൻ നാഷണലിസത്തിലും പഠിക്കാനുണ്ട്. എല്ലാം പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നന്നാവുക. ഓക്കെ.